1. ഹൃദയം തളരുമ്പോൾ ഒരു അഭയം. ദൈവമേ, എന്റെ നിലവിളി കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. എന്റെ ഹൃദയം തളരുമ്പോൾ ഭൂമിയുടെ അറ്റത്തുനിന്ന് ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കും. എനിക്കെത്തുവാൻ കഴിയാത്തത്ര ഉയരമുള്ള പാറയിലേക്ക് എന്നെ നയിക്കണമേ. അവിടുന്ന് എനിക്ക് ഒരു സങ്കേതവും ശത്രുവിനെതിരെയുള്ള ബലമുള്ള ഗോപുരവുമാകുന്നു. അങ്ങയുടെ കൂടാരത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ അഭയം പ്രാപിക്കും. 2. ദൈവത്തിലുള്ള ശാന്തത. എന്റെ പ്രാണൻ ദൈവത്തെ നോക്കി ശാന്തമായിരിക്കുന്നു. എന്റെ രക്ഷ അവിടുത്തെ പക്കൽ നിന്നാണല്ലോ. അവിടുന്ന് മാത്രം എന്റെ പാറയും രക്ഷയും ഗോപുരവുമാകുന്നു. ഞാൻ ഒട്ടും കുലുങ്ങിപ്പോകുകയില്ല. എന്റെ മഹിമയും ബലവും ദൈവത്തിലാകുന്നു. എന്റെ ആശ്രയം അവിടുത്തെ പക്കലാണ്. സകല സമയത്തും ദൈവത്തിൽ ആശ്രയിക്കുവാൻ എന്റെ ഹൃദയത്തെ പഠിപ്പിക്കണമേ. 3. ഹൃദയം തുറന്നുള്ള പ്രാർത്ഥന. ദൈവമേ, അങ്ങയുടെ മുൻപിൽ എന്റെ ഹൃദയം പകരുവാൻ എന്നെ സഹായിക്കണമേ. ദൈവം നമുക്കൊരു സങ്കേതമാകുന്നു. താഴ്ന്നവരോ ഉയർന്നവരോ ആയ മനുഷ്യരിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ മാത്രം പ്രത്യാശ വയ്ക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. ബലം ദൈവത്തിനുള്ളതാകുന്നു എന്നും അവിടുന്ന് ഓരോരുത്തർക്കും അവരവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുന്നു എന്നും ഞാൻ വിശ്വസിക്കുന്നു. 4. ആത്മീയ ദാഹം. ദൈവമേ, അവിടുന്ന് എന്റെ ദൈവമാകുന്നു. അതികാലത്ത് തന്നെ ഞാൻ അങ്ങയെ അന്വേഷിക്കും. വെള്ളമില്ലാത്ത വരണ്ട നിലം പോലെ എന്റെ പ്രാണൻ അങ്ങയ്ക്കായി ദാഹിക്കുന്നു. അങ്ങയുടെ ശക്തിയും മഹത്വവും കാണുവാൻ ഞാൻ വിശുദ്ധിയോടെ അങ്ങയെ കാത്തിരിക്കുന്നു. ജീവനേക്കാൾ അങ്ങയുടെ ദയ നല്ലതാകയാൽ എന്റെ അധരങ്ങൾ അങ്ങയെ സ്തുതിക്കും. ജീവനുള്ള കാലത്തോളം ഞാൻ അങ്ങയെ വാഴ്ത്തും. 5. രാത്രികാലത്തെ ധ്യാനം. എന്റെ കിടക്കയിൽ ഞാൻ അങ്ങയെ ഓർക്കുകയും രാത്രിയാമങ്ങളിൽ അങ്ങയെ ധ്യാനിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് എന്റെ സഹായമായിരുന്നതുകൊണ്ട് അങ്ങയുടെ ചിറകിൻ നിഴലിൽ ഞാൻ ഘോഷിച്ചുല്ലസിക്കും. എന്റെ പ്രാണൻ അങ്ങയെ മുറുകെ പിടിക്കുന്നു. അങ്ങയുടെ വലംകൈ എന്നെ താങ്ങുന്നു. അങ്ങയുടെ നാമത്തിൽ ഞാൻ എന്റെ കൈകളെ ഉയർത്തും. 6. ശത്രുതയിൽ നിന്നുള്ള സംരക്ഷണം. ദുഷ്ടന്മാരുടെ ഗൂഢാലോചനയിൽ നിന്നും നീതികെട്ടവരുടെ കൂട്ടത്തിൽ നിന്നും എന്നെ മറയ്ക്കണമേ. അവർ വാളുപോലെ തങ്ങളുടെ നാവുകളെ മൂർച്ചപ്പെടുത്തുകയും കൈപ്പുള്ള വാക്കുകളെ അസ്ത്രങ്ങളായി തൊടുക്കുകയും ചെയ്യുന്നു. ഭയമില്ലാതെ നിഷ്കളങ്കരെ എയ്തു വീഴ്ത്തുവാൻ അവർ ശ്രമിക്കുമ്പോൾ അവിടുന്ന് അവരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. നീതിമാൻ യഹോവയിൽ സന്തോഷിക്കുകയും അവിടുത്തെ ശരണം പ്രാപിക്കുകയും ചെയ്യട്ടെ. 7. പാപങ്ങൾ ക്ഷമിക്കുന്ന ദൈവം. പ്രാർത്ഥന കേൾക്കുന്നവനായ ദൈവമേ, സകല ജഡവും അങ്ങയുടെ അടുക്കിലേക്ക് വരുന്നു. അകൃത്യങ്ങൾ എന്നെ ജയിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളുടെ ലംഘനങ്ങളെ ക്ഷമിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ വസിക്കുവാൻ അവിടുന്ന് തിരഞ്ഞെടുക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അങ്ങയുടെ ആലയത്തിലെ നന്മകളാൽ ഞാൻ തൃപ്തനാകട്ടെ. അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലെ പരിശുദ്ധി എന്നെ നിറയ്ക്കട്ടെ. 8. സൃഷ്ടിയിലെ അത്ഭുതങ്ങൾ. ഭൂമിയുടെ അറ്റങ്ങളിലുള്ളവർക്കും ദൂരെയുള്ള കടലിലായിരിക്കുന്നവർക്കും ആശ്രയമായുള്ളവേ, ഭയങ്കരമായ കാര്യങ്ങളാൽ അവിടുന്ന് നീതിയോടെ ഞങ്ങൾക്കുത്തരം നൽകുന്നു. അവിടുന്ന് തന്റെ ശക്തിയാൽ പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു. സമുദ്രങ്ങളുടെ മുഴക്കത്തെയും ജനതകളുടെ കലഹത്തെയും അവിടുന്ന് ശാന്തമാക്കുന്നു. പ്രഭാതത്തിന്റെയും പ്രദോഷത്തിന്റെയും പുറപ്പാടുകളെ അവിടുന്ന് സന്തോഷിപ്പിക്കുന്നു. 9. സമൃദ്ധിയുടെ വർഷം. അവിടുന്ന് ഭൂമിയെ സന്ദർശിച്ച് അതിനെ നനയ്ക്കുന്നു. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. അവിടുന്ന് നിലത്തെ ഒരുക്കി ഞങ്ങൾക്ക് ധാന്യം നൽകുന്നു. ഉഴവുചാലുകളെ നന്നായി നനച്ച് കട്ടകളെ നിരത്തുകയും മഴയാൽ അതിനെ മൃദുവാക്കി മുളകളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ നന്മയാൽ അവിടുന്ന് വർഷത്തെ കിരീടം ധരിപ്പിക്കുന്നു. അങ്ങയുടെ പാതകൾ പുഷ്ടിയായി ഒഴുകുന്നു. 10. പ്രകൃതിയുടെ സ്തുതിഗീതം. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ തളിർക്കുകയും കുന്നുകൾ സന്തോഷം ധരിക്കുകയും ചെയ്യുന്നു. മേച്ചിൽപ്പുറങ്ങളിൽ ആട്ടിൻകൂട്ടങ്ങൾ നിറഞ്ഞിരിക്കുന്നു. താഴ്വരകൾ ധാന്യത്താൽ മൂടപ്പെട്ടിരിക്കുന്നു. അവ ആർത്തു വിളിക്കുകയും പാടുകയും ചെയ്യുന്നു. ദൈവമേ, ഈ ലോകത്തെ ഇത്ര മനോഹരമായി പരിപാലിക്കുന്ന അങ്ങയെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ സ്തുതിക്കുന്നു.